Hello my dear students, welcome to Learner's World. In this video, I talk about a short story, The Garden Party, written by Catherine Mansfield, Part 2. The weather was ideal. There could be no better day for a garden party even if they had ordered it. അതായത് ഒരു ഗാർഡൻ പാർട്ടി നടത്താൻ പറ്റിയ നല്ലൊരു വെതർ കണ്ടീഷനായിരുന്നു എന്നാണ് പറയുന്നത്. കാലാവസ്ഥ നല്ല ഉത്തമമായിട്ടുള്ളതായിരുന്നു. അതായത് കുറച്ച് മുന്നേ നമ്മൾ ഓർഡർ ചെയ്താൽ പോലും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. ഒരു ഗാർഡൻ പാർട്ടി നടത്താൻ പറ്റിയ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് വിൻഡ്ലെസ് വാം വിത്ത് നോ ക്ലൗഡ് ഇൻ ദ സ്കൈ. അതായത് വിൻഡ്ലെസ് ആയിരുന്നു, കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വാമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതുപോലെ ആകാശത്തെ മേഘങ്ങളൊന്നും ഇങ്ങനെ ഉരുണ്ട് കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദ ഗാർഡനർ ഹാഡ് ബീൻ ബിസി ദ ഓൾ ഡേ ക്ലീനിങ് ആൻഡ് അറേഞ്ചിങ് തിങ്സ്. ഗാർഡനർ ഭയങ്കര ബിസി ആയിരുന്നു ആ ഒരു ഫുൾ ഡേ. അതായത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും അതുപോലെ ക്ലീൻ ചെയ്യാനും ഉള്ള കാര്യങ്ങളിലൊക്കെ നല്ല ബിസി ആയിരുന്നു എന്നാണ് പറയുന്നത്. റോസസ് ആർ ദ ഓൺലി ഫ്ലവേഴ്സ് ദാറ്റ് ഇംപ്രസ് പീപ്പിൾ ഇൻ ഗാർഡൻ പാർട്ടീസ്. ഈ ഗാർഡൻ പാർട്ടീസിൽ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ആകെ റോസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഹൺഡ്രഡ്സ് ഹാഡ് കം ഔട്ട് ഇൻ എ സിംഗിൾ നൈറ്റ് ആൻഡ് ദ ഗ്രീൻ ബുഷസ് ബൗഡ് ഡൗൺ വിത്ത് ദെയർ വെയ്റ്റ്. അപ്പോൾ ഹൺഡ്രഡ്സ് റോസസ് ഒരു നൈറ്റ് കൊണ്ട് തന്നെ, ഒരു രാത്രി കൊണ്ട് തന്നെ 100-ൽ പരം റോസസ് പുഷ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോസസ് ഇങ്ങനെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ചെടിയൊക്കെ ബൗ ഡൗൺ ചെയ്തിരുന്നു, കുനിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, ആ റോസസിൻ്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ. ബ്രേക്ക്ഫാസ്റ്റ് ലോഡ് ഇറ്റ് ഓവർ വെൻ മെൻ കെയിം ടു പുട്ട് അപ്പ് ദ മാർക്യൂ. അങ്ങനെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല, കാരണം ആളുകൾ ടെൻറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിരുന്നു എന്നാണ് പറയുന്നത്. When Laura asked her mother where to put the marquee up, she told her that it was all left to the children and the mother should be considered merely as a guest. അങ്ങനെ ലൗറ മദറിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ടെൻറ്റ് കെട്ടേണ്ടതെന്ന്. ഷീ ടോൾഡ് ഹെർ ദാറ്റ് ഇറ്റ് വാസ് ഓൾ ലെഫ്റ്റ് ടു ദ ചിൽഡ്രൻ ആൻഡ് ദ മദർ ഷുഡ് ബി കൺസിഡേർഡ് മിയർലി ആസ് എ ഗസ്റ്റ്. എന്നിട്ട് മദർ ലൗറയോട് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. ഞാൻ ഒരു മദർ എന്നുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് മദർ ലൗറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. Meg could not supervise the men as she had washed her hair and she was busy with makeup. മെഗ് ഇതിൽ വേറൊരു ക്യാരക്ടറാണ്. അപ്പോൾ മെഗിന് കാര്യങ്ങളൊന്നും സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവളുടെ ഹെയർ വാഷ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അവളുടെ മേക്കപ്പിലൊക്കെ അവൾ നല്ല ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനൊന്നും സൂപ്പർവൈസ് ചെയ്യാനൊന്നും അവളെ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. She was now drinking coffee. So Laura had to go. മെഗ് ഇപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ലൗറക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോവേണ്ടി വന്നു എന്നാണ് പറയുന്നത്. She went out, her pieces of bread and butter in her hand. അങ്ങനെ ലൗറ പുറത്തേക്ക് പോയപ്പോൾ അവളുടെ കയ്യിൽ ഒരു പീസ് ഓഫ് ബ്രെഡും ബട്ടറൊക്കെ തേച്ചിട്ടുള്ള ഒരു പീസ് ഓഫ് ബ്രെഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഷി വാസ് ഹാപ്പി ടു ഈറ്റ് ഔട്ട്ഡോഴ്സ്. അവൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷി ഓൾസോ ലൈക്ക് ടു അറേഞ്ച് തിങ്സ് ആസ് ഷീ തോട്ട് ഷീ കുഡ് ഡു എ ബെറ്റർ ജോബ് ദാൻ എനിവൺ എൽസ്. പിന്നെ അതുപോലെ അവൾക്ക് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, അതായത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ അവളെ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ എന്നുള്ളത്. അതുപോലെ അവൾ ചെയ്യുന്ന ജോലികൾ മറ്റൊരാൾ ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആവില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ ലൗറയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. There were 4 men. അങ്ങനെ 4 ആളുകൾ വന്നു ടെൻറ്റ് കെട്ടാൻ വേണ്ടിയിട്ട്. ദേ ഹാഡ് ബിഗ് ടൂൾ ബാഗ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് വിത്ത് ദം. അവരുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ നിറച്ചും ടൂൾസ് ആയിരുന്നു, ടെൻറ്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ദേ ലുക്ക്ഡ് ഇംപ്രസീവ്. അവർ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലൗറ ഫെൽറ്റ് എംപ്രസ്ഡ് ടു ബി വിത്ത് ബ്രെഡ് ആൻഡ് ബട്ടർ ഇൻ ഹെർ ഹാൻഡ് ബട്ട് ഷീ കുഡ് നോട്ട് ത്രോ ഇറ്റ് അവേ. അപ്പോൾ ലൗറയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു പീസ് ഓഫ് ബ്രെഡ് ഉണ്ടായിരുന്നു, ബട്ടറൊക്കെ തേച്ചിട്ടുള്ള. അപ്പോൾ അവൾക്കൊരു നാണൊക്കെ തോന്നി, അതായത് ഇവർ ആ ഒരു പീസ് ഓഫ് ബ്രെഡ് അവർ കാണുമോ എന്നുള്ളതൊക്കെ അവൾക്ക് ഒരു നാണം തോന്നി. പക്ഷെ അത് പെട്ടെന്ന് എറിഞ്ഞു കളയാനും പറ്റില്ല എന്നാണ് പറയുന്നത്.
ഷീ ഗ്രീറ്റഡ് ദെം ആൻഡ് ആസ്ക്ഡ് ദെം ഇഫ് ദേ ഹാഡ് കം ടു പുട്ട് അപ്പ് ദ മാർക്യൂ. അപ്പോൾ അവളങ്ങനെ ആ ഒരു ഫോർമെനിനെ അവൾ ഗ്രീറ്റ് ചെയ്തു, വെൽക്കം ചെയ്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ടെൻറ്റ് കെട്ടാനാണോ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. ദ ടോളസ്റ്റ് ഓഫ് ദം വാസ് എ ലാങ്കി ഫ്രെക്കിൾ ഫെല്ലോ. അതിൽ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു മെൻ ഉണ്ടായിരുന്നു, നല്ല നീളം കൂടിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളൊരു ലാങ്കി ഫ്രെക്കിൾ ഫെല്ലോ ആയിരുന്നു, അതായത് കുറച്ച് ക്ഷീണിച്ച, മുഖത്തൊക്കെ എന്തൊക്കെയോ പാടുകളും ഒക്കെയുള്ള ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. He removed his hat and said, they have come for that. അപ്പോൾ അയാളുടെ ഹെഡിലുണ്ടായിരുന്ന ഹാറ്റ് മാറ്റിയിട്ട് അയാൾ പറയുന്നുണ്ട്, യെസ് ഞങ്ങൾ ടെൻറ്റ് കെട്ടാൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഈ ഹാഡ് സ്മോൾ ഡാർക്ക് ബ്ലൂ ഐസ്. അയാളുടെ കണ്ണുകൾ വളരെ ചെറുതായിരുന്നു, ബ്ലൂ ഐസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ആസ്ക്ഡ് ദം ഇഫ് ദ മാർക്യൂ ക്യാൻ ബി പുട്ട് ഇൻ ദ ലില്ലി ലോൺ. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നമുക്ക് ആ ലില്ലി ലോണിൽ നമുക്ക് ടെൻറ്റ് കെട്ടാം എന്ന് പറയുന്നുണ്ട്. ദ ടോൾ ഫെല്ലോ സെഡ് ഇറ്റ് വാസ് നോട്ട് എ പ്രോപ്പർ പ്ലേസ് ആസ് ദ മാർക്യൂ ദർ. അപ്പോൾ ആ ടോൾ മെൻ പറയുന്നുണ്ട്, ഇത് ടെൻറ്റ് കെട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർ പ്ലേസ് അല്ല എന്ന് പറയുന്നുണ്ട്. ഷീ ദെൻ സജസ്റ്റഡ് എ കോർണർ ഓഫ് ദ ടെന്നീസ് കോർട്ട്. പിന്നീട് അവൾ ടെന്നീസ് കോർട്ടിൻ്റെ ഒരു കോർണറിൽ, ഒരു മൂലയിൽ നമുക്ക് ടെൻറ്റ് കെട്ടാം എന്ന് പറയുന്നുണ്ട്. ബട്ട് ഷീ ആഡഡ് ദാറ്റ് ദ ബാൻഡ് ഇസ് ഗോയിങ് ടു ബി ഇൻ വൺ കോർണർ. പക്ഷേ അവൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു കോർണറിൽ ബാൻഡ് സെറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെയും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എ പെയിൽ വർക്ക്മാൻ വാസ് സർപ്രൈസ് ടു ഹിയർ ദർ വാസ് ഗോയിങ് ടു ബി എ ബാൻഡ്. അപ്പോൾ ആ ഒരു പെയിലായിട്ടുള്ള വർക്ക്മാന്, അതായത് കുറച്ച് ക്ഷീണിച്ചിട്ടുള്ള വിളറി വെളുത്ത ഒരു വർക്ക്മാന് ഭയങ്കര സർപ്രൈസ്ഡ് ആകുന്നുണ്ട് അത് കേട്ടപ്പോൾ. അവിടെ ഒരു ബാൻഡ് സെറ്റ് ചെയ്യാനാണെന്നുള്ളത് കേട്ടപ്പോൾ അയാൾ സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. ലൗറ സേഡ് ഇറ്റ് വാസ് ഓൺലി എ സ്മാൾ ബാൻഡ്. ആ സമയത്ത് ലൗറ പറയുന്നുണ്ട്, അതത്ര വലിയ ബാൻഡൊന്നുമല്ല അവിടെ സെറ്റ് ചെയ്യുന്നത്, ചെറിയൊരു ബാൻഡാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ദ ടോൾമാൻ ദെൻ സജസ്റ്റഡ് എ പ്ലേസ് എഗെയിൻസ്റ്റ് ദ കാരക്ക ട്രീസ്. അപ്പോൾ ടോൾമാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്ലേസ്, അതായത് ടെൻറ്റ് കെട്ടാൻ പറ്റിയ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരക്ക ട്രീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ടെൻറ്റ് കെട്ടാം എന്ന് പറയുന്നുണ്ട്. ദ ട്രീസ് ദെൻ വുഡ് ബി ഹിഡൻ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ട്രീസ് എന്താണ്, അത് മറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടെൻറ്റ് കെട്ടുമ്പോൾ ആ ട്രീസ് മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ ടോൾമാൻ പറയുന്നുണ്ട്. ബട്ട് ദേ വർ സോ ലവ്ലി വിത്ത് ദെയർ ബ്രോഡ് ഗ്ലീമിംഗ് ലീവ്സ് ആൻഡ് ക്ലസ്റ്റേഴ്സ് ഓഫ് യെല്ലോ ഫ്രൂട്ട്. പക്ഷേ ആ ഒരു കാരിക്ക ട്രീസ് ഭയങ്കര ലവ്ലിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. വിത്ത് ദെയർ ബ്രോഡ് ഗ്ലീമിങ് ലീവ്സ്, അതായത് വലിയ ഇലകളൊക്കെയാണ് അതിനെന്ന് പറയുന്നത്. ഗ്ലീമിങ് ലീവ്സ്, നല്ല ഷൈനിങ് ആയിട്ടുള്ള തിളക്കമുള്ള നല്ല വലിയ ഇലകളൊക്കെയാണ് ആ ഒരു കാരിക്ക ട്രീസിനുള്ളത്. ആൻഡ് ക്ലസ്റ്റേഴ്സ് ഓഫ് യെല്ലോ ഫ്രൂട്ട്, അതുപോലെ അതിലൊരുപാട് യെല്ലോ ഫ്രൂട്ട്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ മെൻ വെർ ഓൾറെഡി മൂവിങ് ടു ദാറ്റ് ഏരിയ. അങ്ങനെ എല്ലാവരും കൂടെ, ആ 4 മെന്നും ലൗറയും കൂടെ എന്ത് ചെയ്തു, ആ ഒരു ഏരിയയിലേക്ക് പോയി. ഓൺലി ദ ടോൾമാൻ റിമൈൻ ദർ. അവിടെ ആ ടോൾമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി ബെൻഡ് ഡൗൺ ആൻഡ് പിഞ്ചഡ് എ സ്പ്രിഗ് ഓഫ് ലാവൻഡർ ആൻഡ് ദെൻ ഹി പുട്ട് ഹിസ് തംബ് ആൻഡ് ഫോർഫിംഗർ ടു ഹിസ് നോസ്ട്രിൽസ് ടു ഗെറ്റ് ദ സ്മെൽ. അയാൾ ആ ഒരു ലാവൻഡറിൽ നിന്ന് ഒരു ചെറിയൊരു സ്പ്രിഗ്, ഒരു ചെറിയൊരു കമ്പ് എടുത്തിട്ട് അയാളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അയാൾ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. വെൻ ലൗറ സോ ദാറ്റ് ജസ്റ്റർ ഷീ വണ്ടേർഡ് അറ്റ് ഹിം കെയറിങ് ഫോർ സച്ച് തിങ്സ്. അങ്ങനെ ലൗറ അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വണ്ടർ, ഒരു അത്ഭുതമൊക്കെ തോന്നി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഈ വർക്ക്മാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് അവൾക്ക് വണ്ടർ അടിച്ചു എന്നാണ് പറയുന്നത്. ദെൻ ഹൗ മെനി മെൻ ഷീ ന്യൂ വുഡ് ഹാവ് ഡൺ ദാറ്റ്. എത്ര ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. ഷീ തോട്ട് ദ വർക്ക്മാൻ വേഴ്സ് സ്പ്ലെൻഡിഡ്. അപ്പോൾ അവൾ വിചാരിച്ചു വർക്ക്മാൻ നല്ല ആളുകളാണ്, അവർ നല്ല മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചു. വൈ കുഡിൻ ഷീ ഹാവ് വർക്ക്മാൻ ആസ് ഹർ ഫ്രണ്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ സില്ലി ബോയ്സ് ഷീ ഡാൻസ്ഡ് വിത്ത്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടൊരു വർക്ക്മാൻ എൻ്റെ ഫ്രണ്ട് ആയിക്കൂടാ. അതായത് ഞാൻ ഡാൻസേഴ്സ്, കുറേ ഡാൻസേഴ്സായിട്ടുള്ള ഫ്രീക്കായിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ്, എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു വർക്ക്മാനാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് ആക്കിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഷീ വുഡ് ഫീൽ മച്ച് ബെറ്റർ ഇൻ ദ കമ്പനി ഓഫ് വർക്ക്മാൻ ലൈക്ക് ദിസ്.
ക്ലാസ് ഡിസ്റ്റിങ്ഷൻ വർ ബാഡ്. അപ്പോൾ അവൾക്ക് ഈ ഒരു വർക്ക്മാനൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ അവരുമായിട്ട് കമ്പനി കൂടാൻ അവൾക്ക് താല്പര്യമുണ്ട്. അവൾ പറയുകയാണ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ വർ ബാഡ്, അതായത് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, അതായത് ഈ ഒരു വകവിവേചനം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അത് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ദ ടോൾമാൻ വാസ് ഡ്രോയിങ് സംതിങ് ഓൺ ദ ബാക്ക് ഓഫ് ആൻ എൻവലപ്പ്. അപ്പോൾ ആ ഒരു ടോൾമാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഒരു എൻവലപ്പിൽ ഒരു കവറിൻ്റെ പുറത്ത് എന്തൊക്കെയോ ഇങ്ങനെ ഡ്രോ ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷീ കുഡ് ഹിയർ ദ ഹാമറിങ് സൗണ്ട്സ് കമ്മിങ് ഫ്രം ദ വർക്ക്മാൻ. ആ സമയത്താണ് അവൾക്ക് ഹാമറിങ്ങിൻ്റെ സൗണ്ട്, അതായത് ഒരു ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേൾക്കാനിടയായത്. വൺ വാസ് വിസ്ലിംഗ്, ഒരാളിങ്ങനെ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. വൺ വാസ് കോളിംഗ് മേറ്റി അതർ, വേറൊരാൾ മേറ്റിയെ വിളിക്കുന്നുണ്ട്. ജസ്റ്റ് ടു ഷോ ഹൗ ഹോംലി ഷീ ഫെൽറ്റ് ഇൻ ദ കമ്പനി ഓഫ് ദ ടോൾ ഫെല്ലോ ഷീ took a bite of a bread and stared at the drawing. അപ്പോൾ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഈ ഒരു വർക്ക്മാനുമായിട്ട് അവൾ എത്രത്തോളം ഹാപ്പിയാണ് എന്നുള്ളത് മനസ്സിലായി. ആ ഒരു ടോൾ വർക്ക്മാൻ്റെ പ്രസൻസിൽ അവൾ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ബ്രെഡിൻ്റെ ഒരു പോർഷൻ അവൾ ബൈറ്റ് ചെയ്യുന്നുണ്ട്, കടിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ വരയ്ക്കുന്ന ആ ഒരു ഡ്രോയിങ്ങിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഷീ ഫെൽ ജസ്റ്റ് ലൈക്ക് എ വർക്ക് ഗേൾ. അപ്പോൾ അവൾ ഒരു ജോലിക്കാരിയായിട്ട് അവൾക്ക് തോന്നി. സംബഡി വാസ് കോളിംഗ് ഫ്രം ദ ഹൗസ്. ലൗറ, എ ടെലിഫോൺ ഫോർ യു. അപ്പോൾ ആരും എന്നെ വിളിക്കുന്നുണ്ട്, എനിക്കൊരു ടെലിഫോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഷീ ഇമ്മീഡിയറ്റ്ലി റാൻ ടു ദ പോർച്ച് വേർ ഹർ ഫാദർ ആൻഡ് ലൗറി ഹർ ബ്രദർ വേർ ബ്രഷിംഗ് അപ്പ് ദെയർ ഹാൻഡ്സ് ഗെറ്റിംഗ് റെഡി ടു ഗോ ടു ദ ഓഫീസ്. അങ്ങനെ അവൾ പോർച്ചിലേക്ക് ഓടി. ആ സമയത്ത് അവളുടെ ഫാദറും, ലൗറി എന്ന് പറഞ്ഞാൽ അവളുടെ ബ്രദറും ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ഹാറ്റൊക്കെ ബ്രഷ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, I conclude here. I will discuss the remaining part of the short story, The Garden Party, in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like.